ഇറാൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ 1-2 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ശരിക്കും ഇറാൻ അവരുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു യുദ്ധം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈനിക വിജയം നേടുക എന്നുള്ളതല്ല. അതവർക്ക് നിലവിലെ സാഹചര്യത്തിൽ നടക്കത്തുമില്ല. പിന്നെന്താണ് അവർ ആഗ്രഹിക്കുന്നത്? സാമ്പത്തികമായിട്ടുള്ളൊരു യുദ്ധമാണ്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണവിലയാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് IRGC ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒരു ബാരലിന് $200 ആകും ഈ ഒരു യുദ്ധം ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഒരു വാണിംഗ് അവർ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ എണ്ണവില ബാരലിന് $200 വന്നു കഴിഞ്ഞാൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് ഭയങ്കര വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ലോക നേതാക്കളൊക്കെ വലിയ സമ്മർദ്ദത്തിലാവുകയും അവർ ഇപ്പോൾ നിലവിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയോടും ഇസ്രായേലിനോടൊക്കെ ഈ യുദ്ധം നിർത്താനായിട്ട് അവർ ആവശ്യപ്പെടുകയും ചെയ്യും. ഇറാൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എണ്ണ നീക്കം തടയുക. എണ്ണ നീക്കം തടയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? വില കൂടും. വില കൂടുമ്പോൾ ലോകം മുഴുവനെയും അത് ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതമൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഈ യുദ്ധം ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രഖ്യാപിച്ച പോലെ ഈ എണ്ണവില ഒരു ബാരലിന് $200 എത്തിക്കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഇറാൻ്റെ വിജയമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും എന്നാണ് പലരും പറയുന്നത്. ഇറാൻ പ്രയോഗിക്കുന്നവരുടെ യഥാർത്ഥ ആയുധം എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രോണുകളോ മിസൈലുകളോ ഒന്നും അല്ല, എണ്ണവിലയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ആയുധം. ഇറാൻ ശരിക്കും ലക്ഷ്യമിടുന്നത് ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാമ്പത്തിക യുദ്ധമാണ്. അതുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്ക് നീക്കത്തെ അവർ തടയുകയും എണ്ണ പൈപ്പ് ലൈനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാൻ എത്ര മിസൈലുകൾ അയച്ചു എന്നല്ല, എണ്ണവില എത്രത്തോളം ഉയരുന്നു എന്നതാണ്.